പൊട്ടുതൊട്ട് കണ്ണെഴുതിയ പുരുഷാങ്കനമാരെക്കാൾ പതിനായിരങ്ങൾ ചെലവഴിച്ച മേക്കപ്പിട്ടും ഇതൊന്നുമില്ലാതെ വന്ന പുരുഷാങ്കനമാരും ചമയവിളക്കും കാക്കവിളക്കും താലവുമേന്തി ദേവീപ്രീതി നേടി. പലർക്കും പല നേർച്ചയായിരുന്നു. പെണ്ണില്ലാത്തതുകൊണ്ട് ഒരുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പെൺകുട്ടിയില്ല. ഞങ്ങൾ ഇവിടുന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന എല്ലാവർക്കും ഒരു ആൺകുട്ടി ഉണ്ടാവും. ഞങ്ങൾക്ക് ഇവിടെ വന്ന് വിളക്കെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ചേച്ചിക്ക് മോനാണ്, ഇപ്പോൾ വിളക്കെടുക്കുന്നുണ്ട്. ആ, അത് അവർ നമ്മളെക്കാട്ടി സുന്ദരികളാണല്ലോ. പെണ്ണുങ്ങളെക്കാട്ടി സുന്ദരികളാണ്. 15 വർഷം കൊണ്ട് എടുക്കുന്നു. ഇന്ന് 15ാമത്തെ വർഷമാണ്. 78 വയസ്സ്. 78 മാവേലിക്കലാണ് വീട്. പുരാണ പാരായണമാണെങ്കിൽ പാരായണം. ട്രാൻസ്ജെൻഡർ ആയവരും ഇനി ആവാൻ കാത്തിരിക്കുന്നവരും അഭീഷ്ടസിദ്ധിക്കായി ചമയവിളക്കേന്തി. വടക്കേന്ത്യക്കാരും ഇക്കുറി ധാരാളം ഉണ്ടായിരുന്നു. और मैंने सुना है कि यहाँ मतलब कोई दिल से कुछ मांगो तो पूरा होता है, तो इसी वजह से मैं आई हूँ ताकि मेरी मन्नतें भी पूरी हो जाए. പുരുഷാങ്കനമാരുടെ പെണ്ണഴകിൽ മയങ്ങിപ്പോയ പെൺമണികൾ നാണിച്ചു തല താഴ്ത്തിപ്പോയി. ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. പക്ഷേ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമല്ലേ ഇത്. ഇതിനകത്ത് ഏതാണ് പുരുഷൻ ഏതാണ് സ്ത്രീ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സമയം. എല്ലാവരും നമ്മളെക്കായി സൗന്ദര്യമായിട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതെല്ലാവരും നോക്കിക്കൊണ്ട് എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. അപ്രതീക്ഷിത വേനൽ മഴയിൽ അല്പനേരം ചമയവിളക്കേന്തുന്നത് നിർത്തി. പലർക്കും അവരുടെ ഒരുക്കം വെള്ളത്തിലാകുമോ എന്ന ആശങ്കയിലുമായിരുന്നു. ആദർശ്, ഈ പെണ്ണായതിൽ സന്തോഷിക്കുന്നുണ്ടോ? ചെറുതായിട്ട്, വലിയ സന്തോഷമില്ല. അതൊരു നേർച്ചയല്ലേ? നേർച്ചയായോണ്ടാ എടുത്ത്. ഇനിയും ചെയ്യുമോ? ഇനിയും എടുക്കും. ആദർശിൻ്റെ പോലെയാണ് നിരവധി പേർ ഇവിടെ വന്ന് അവർക്ക് ഒരുങ്ങാനല്ല, അവരുടെ മനസ്സിലുള്ള ആ ദേവി പ്രീതിക്ക് വേണ്ടിയാണ് അവരിങ്ങനെയൊക്കെ പുരുഷാങ്കരന്മാരായി മാറുന്നത്. ചവറ കൊറ്റംകുളക്കരയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.